മൃഗങ്ങളെയും കോഴികളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് വെജിറ്റേറിയൻ ആയാലോ എന്ന്. പക്ഷേ എനിക്കത് പറ്റുന്നില്ല. മൈ ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഈസ്റ്റർ ഉണ്ട്, പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ലീവാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഒന്ന് കൊടൈക്കനാൽ വരെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് വി ആർ ഗോയിങ് ടു കൊടൈക്കനാൽ. അപ്പോൾ ഞാൻ ആക്ച്വലി മുമ്പ് കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ടൈം എനിക്ക് വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു പോകുന്നതൊക്കെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ദിസ് വീഡിയോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ സ്റ്റേ പോലും വരേക്ക് നോക്കാതെ വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ഇനിയുണ്ട് 3 hours ഉണ്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളിപ്പം ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് കാപ്പിറ്റൽ, ഇതാണ് ഈ റെസ്റ്റോറൻ്റാണ്. ഞാനിവിടുന്ന് പാൽക്കപ്പ ആൻഡ് ചിക്കൻ കറി കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പാൽക്കപ്പ കഴിക്കുന്നത്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഞാൻ ഒരു എക്സ്പെക്റ്റേഷനില്ല പാൽക്കപ്പ ഓർഡർ ചെയ്തത്. ബിക്കോസ് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു പാൽക്കപ്പയുടെ ഫീല് നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് കഴിക്കുമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ഫുൾ കഴിച്ചു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റെസ്റ്റോറൻറ്റ് കാപ്പിറ്റൽ. അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് 3 hours കൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളപ്പോൾ കാണിച്ചു തരാം. ആക്ച്വലി എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന കാറാണ് ഇത്. ആൻഡ് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പം കുറേ വിൻമില്ലൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ വഴിയൊക്കെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഹൈവേ ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല സുഖമായിരുന്നു. അധികം വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പം ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഇങ്ങനെ ഈ ട്രീസ് ഇങ്ങനെ റോഡ് കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര തണല. അപ്പം നല്ല രസമാണ് ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ആൻഡ് ഇവിടെ എത്തിയിട്ട് നമ്മൾ പക്ഷേ എവിടെയെങ്കിലും നടന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന്. ആൻഡ് നമ്മൾ കുറേ നടന്ന് ലാസ്റ്റ് നമ്മൾ എവിടെ എത്തി? നമ്മൾ കാൾട്ടൺ ഹോട്ടലിലെത്തി. ആൻഡ് ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമുണ്ട്. എന്നുവെച്ചാൽ പഴയ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഫുൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഹോട്ടൽ എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തു. കൊള്ളാം. ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. ഹോട്ടൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ച ആംബിയൻസ്. ഈ ഹോട്ടൽ കാണാൻ ആക്ച്വലി അടിപൊളിയാണ്. ഞാനിതിൻ്റെ ക്ലിപ്പ് ലാസ്റ്റ് കാണിച്ചു തരാം. പഴയ മറ്റേ ബ്രിട്ടീഷ് കാലത്തുള്ള ആ ഒരു ബംഗ്ലാവിക്കില്ല, ആ ഫീലൊക്കെ തരുന്ന ഹോട്ടലാണ്. ആൻഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടുത്തെ ഫുഡും എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡിലോട്ട് വരുന്നതാണ്. ഫുഡ് ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. എന്നുവെച്ചാൽ ബാക്കി ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ കഴിച്ചത് ഈ ഒരു പിസ്സയാണ്. പിസ്സ ഈ ക്രസ്റ്റിൻ്റെ മേലെ നിന്ന് ചീസും പച്ചക്കറി എല്ലാം കൂടെ അടർന്ന് വരുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ലുലു എന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രോസൺ പിസ്സയില്ലേ, നമ്മൾ ചൂടായി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ. എന്നുവെച്ചാൽ ക്രസ്റ്റില്ലേ കയ്യിൽ ഒടിഞ്ഞു വരും പപ്പടം പോലെ. അത്രയും കൊള്ളത്തില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ആംബിയൻസ് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ കയറരുത്. ചിലപ്പം ആംബിയൻസ് ഒന്നും അധികം ഇല്ലാത്തൊരു കടയിൽ കയറി കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. പക്ഷേ ഇത് വെറുതെ നമ്മളങ്ങോട്ട് കയറിയതാണ് കേട്ടോ. പക്ഷേ ഈ ഹോട്ടലിൻ്റെ പുറത്തൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ആക്ച്വലി ഇടിമിന്നലൊക്കെ വെട്ടി. അതുമാത്രമല്ല ചെറുതായിട്ടൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു, ചാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പുറത്തിറങ്ങിയപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫ്ലവേഴ്സൊക്കെ നോക്കിയിരുന്നു. ഗുഡ് മോർണിംഗ് അല്ല, ആക്ച്വലി ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ആൻഡ് നമ്മൾ ഇപ്പോൾ പൂണ്ടി അങ്ങനെ കുറച്ച് നല്ല പ്ലേസസ് കാണാൻ വേണ്ടി പോവുക. ആൻഡ്
ആൻഡ് ഇപ്പം നമ്മളിവിടെ ഏതോ ഒരു സ്ഥലത്ത് നിർത്തിയാൽ എനിക്ക് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ഞാൻ കുറേ കടയിൽ മാഗി കണ്ടു. അപ്പോൾ എനിക്ക് മാഗി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഇങ്ങനെ മഴയത്ത് നമ്മൾ മറ്റേ ഇവിടെ നോർത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരും മാഗി കഴിക്കാറില്ല. അതുപോലെ എനിക്ക് ഇന്ന് വേറെ ഒന്നും വേണ്ട. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ ബ്രഞ്ചായിട്ട് മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്ത് പക്ഷേ നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഐ വിൽ ഷോ ദ മാഗി ടു. നോ 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 നോ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എന്താ എന്താ വേണ്ടേ? കടിക്കരുത്, എനിക്ക് അത്ര ഉള്ളൂ. എൻ്റെ അടുത്ത് ന്യൂഡിൽസ് ഉണ്ടാക്കണ അമ്മച്ചി പറഞ്ഞു ഇതിൻ്റെ മേലെ കയറി നോക്കാൻ, നല്ല രസമാണ്. അപ്പം നമുക്ക് കയറി നോക്കാം. പക്ഷെ പൊളിഞ്ഞു വീഴുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. गूगल पे का கொஞ்ச நேரம் இருங்க பூ என்னோட தெரியாம கொஞ்ச நேரம் മനസ്സിലായില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് കാവുഞ്ചി. അപ്പോൾ നമ്മളിവിടുന്ന് ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, നിങ്ങൾക്കറിയാം ഞാൻ ചായ കുടിക്കാറില്ല. പക്ഷേ ഞാൻ ചായ കുടിച്ചു. നമ്മൾ ഇതുപോലത്തെ ഘട്ടങ്ങളിൽ ചായ കുടിക്കണമെന്ന് ഞാൻ പറയാറില്ലേ. പിന്നെ നമ്മൾ ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ചു. ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ ബ്രെഡ് വാങ്ങിക്കാതെ ആ കടയിൽ പോയി ബ്രെഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇപ്പം മഴയൊന്നും ഉണ്ടാവില്ല കൊടൈക്കനാലിന്, പക്ഷേ നല്ല ക്ലൈമറ്റും, ചെറിയ മഴ, നല്ല കോട, കൊള്ളാം. കുറേ നാളിന് ശേഷം ഞാനിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത് കണ്ടോ, ക്യൂട്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര വേസ്റ്റ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ കോഴീനെ ഇങ്ങനെ വിരിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളെ കാണുമ്പോൾ. ഞാൻ വിചാരിക്കാറുണ്ട് വെജിറ്റേറിയൻ ആയാലോ എന്ന്, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര ആനിമൽ ലവറാണ്. ഇപ്പം പൂണ്ടിയിലുള്ള ആൻഡ് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇനിയിപ്പം ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പോട്ടിലൊരു ഫോട്ടോ ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഞാൻ നിങ്ങൾക്ക് സ്പോട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയില്ലേ? Spending the night in Dixon, 60-odd miles from a plan. Is it too late to learn to listen? ലുക്ക് അറ്റ് മൈ ബാക്ക്ഗ്രൗണ്ട്. എന്ത് രസമല്ലേ കാണാൻ. എനിക്കിങ്ങനെ പൂക്കൾ എവിടെ കണ്ടാലും ഞാൻ ഇങ്ങനെ വണ്ടിക്ക് നിർത്തി എനിക്ക് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എനിക്കിങ്ങനെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. യുനോ
എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ്. എന്ത് ഭംഗിയല്ലേ, എന്ത് ഭംഗിയുള്ള ഫ്രെയിമാണ്. ഞാൻ ഇവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. Far between us now. How many yesterdays? ആൻഡ് നമ്മളിനി പോകാൻ പോകുന്നത് കൊടൈക്കനാലിലെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള കിലാവരി, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആൻഡ് നമ്മളിങ്ങനെ പോകുന്ന വഴിക്കില്ലേ, ഇങ്ങനെ എവിടെ നോക്കിയാലും പൂക്കളും, പിന്നെ നമ്മൾ ഈ ആക്ച്വലി ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് നട്ട് വളർന്ന ആ ഒരു പുല്ലില്ലേ, ആ ഒരു ഗ്രാസില്ലേ, അതിങ്ങനെ എവിടെ നോക്കിയാലും ഇവിടെ ഇങ്ങനെ വെറുതെ കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കുക അവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരല്ല, ഇങ്ങനെ എവിടെ നോക്കിയാലും ഇങ്ങനെ ഈ പുല്ലിലൂടെ ഇങ്ങനെ നടക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള കിലാവരി അവിടെ എത്തി. ഫൈനലി നമ്മൾ കൊടൈക്കനാലിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വില്ലേജ് കിലാവരി അവിടെ എത്തി. ഇതോടുകൂടി കൊടൈക്കനാൽ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുത്ത കാറ്റാട്ടോ. നമ്മൾ കുറേ അറ്റം വരെ പോയി നോക്കി. പിന്നെ ഒരു കുട്ടീനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് വണ്ടി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറച്ച് കാറ്റ് വേണം വിചാരിച്ചു. ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഇത് ബീൻസ് ആണെന്ന്. ബീൻസിൻ്റെ ഹാർവെസ്റ്റ് ആണെന്ന് കഴിഞ്ഞു. ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ നല്ല രസമുണ്ടല്ലേ കാണാൻ. യമുന റാണി. അടിപൊളി പേരാണല്ലോ. അതെ, സിനിമ നടിയുടെ പേര്. വീട് എവിടെയാ? വീട് എങ്കെ? വെക്കേഷൻ എത്രാം ക്ലാസ്സിലാ എല്ലാരും? തേർഡ്. ഇപ്പൊ എന്താ ഏം പേര്? രഞ്ജിമ. ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടതാ. എല്ലാരും തേർഡ് സ്റ്റാൻഡേർഡിലാ. ഓ, റെഡ് ബീൻസ്. இருக்குக்கா. black beans இல்ல வா வா இல்லடா இருக்கு. അത് പട്ടാണിയാ? അങ്ക കേരളാവിലെ എന്നന വിലയോ? അയ്യോ, അവിടെ ടർമറിക്, ദെൻ പെപ്പർ, പട്ടാണി. ഓക്കെ, ദാറ്റ്സ് നൈസ്. സ്ട്രോബെറി ആ മൂന്നാറിൽ സ്ട്രോബെറി ഉണ്ട്. പിള്ളേർ അവർ ഇതാണ് റെഡ് ബീൻസും പട്ടാണിയാണ് അവിടെ ഉണ്ടാവണേ. നമുക്ക് കാണിച്ചു തന്നു. നല്ല കമ്പനിയായി പിള്ളേർ. ഞാനൊക്കെയാണ് ഇൻട്രോവേർട്ട് കളിച്ച് നിന്നേനെ. കൊടൈക്കനാൽ വരെ വന്നിട്ട് ഈ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് വട്ടം ഞാൻ കൊടൈക്കനാൽ വന്നപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എവിടെ പോയാലും ഹോട്ട് ചോക്ലേറ്റ് ഓടിക്കും. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹോട്ട് ചോക്ലേറ്റ്. ആൻഡ് ഇറ്റ്സ് ദ ഫൈനൽ ഡേ. നമ്മൾ തിരിച്ചു പോരുകയാണ്. വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയ കൊടൈക്കനാൽ ട്രിപ്പായിരുന്നു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ മെമ്മറീസ് ഉണ്ടായി. കുറേ സ്ഥലങ്ങൾ കണ്ടു. ഞാൻ അന്ന് പോയപ്പോൾ കാണാൻ പറ്റാതിരുന്ന കുറേ സ്ഥലങ്ങൾ ഇത്തവണ കാണാൻ പറ്റി. ആൻഡ് തിരിച്ചിറങ്ങിയ സമയത്ത് ഞാൻ ഫ്ലവേഴ്സ് കണ്ടു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. പിന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വാട്ടർഫോൾസ് കണ്ടു. അവിടെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടി താഴെ ഇറങ്ങി കഴിഞ്ഞപ്പം നല്ല കുറേ മരങ്ങളൊക്കെ ഉള്ള കുറേ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പൊക്കെ ഉള്ള ഒരു പ്ലേസ് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ എഗെയിൻ മാഗി കഴിക്കാൻ തിരിച്ചു. ബിക്കോസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആസ് യൂഷ്വൽ. അപ്പോൾ മാഗി ഓർഡർ ചെയ്തെങ്കിലും നമുക്ക് കിട്ടിയത് യിപ്പിയാണ്. പക്ഷേ അത് അടിപൊളിയായിരുന്നു. കാരണം ലാസ്റ്റ് ദിവസം നമ്മൾ മാഗി കഴിച്ചപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു ചിക്കിയും മുട്ടയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്. ആൻഡ് ഐ ഗോട്ട് സം അവോക്കാഡോസ്. പിന്നെ ലിച്ചി വാങ്ങിച്ചു. ലിച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 days നമ്മൾ കൊടൈക്കനാലിന് പോവാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ചെവി കടഞ്ഞ ഒരുമാതിരി ഒരു സുഖമില്ല.
ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് താഴെ എത്തിയപ്പം എഗെയിൻ വിശന്നിട്ട് മാഗി കഴിക്കാൻ വേണ്ടി നിർത്തിയത്. ഇപ്പം മാഗി കഴിപ്പ് തന്നെയായി ഇപ്പോൾ 2 ദിവസമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇപ്പം എന്താ ഇനിയിപ്പം ഞാൻ ഈ വ്ളോഗ് കൂടെ സെൻഡ് ചെയ്യുക. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഷൂ ആണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഇറ്റ്സ് മീ രഞ്ജിമ സൈനിങ് ഓഫ്.